വകപോക്കാണല്ലേടാ. ഇയാൾ എൻ്റെ അടുത്ത് ദേഷിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോണാ? എനിക്കൊരു വൈരുമില്ല. ഇയാൾ എൻ്റെ അടുത്ത് ദേഷിച്ചാലും ഇയാൾ എൻ്റെ അടുത്ത് സോഫ്റ്റ് കാണിച്ചാലും ഇയാളെ സ്നേഹം എനിക്കെന്തോ നേട്ടം? ഇപ്പൊ കണ്ടില്ലേ സ്നേഹം? അപ്പൊ ഇയാളുടെ ഭാഗത്ത് സത്യമോ ഇയാളൊരു സത്യസന്ധയുള്ള സ്ത്രീയോ ഇയാളൊരു നന്മയുള്ള ഒരു വ്യക്തിയാണോ ഇയാള്? ഒരിക്കലും അല്ല. അതല്ലാന്ന് ഇയാൾ തെളിയിച്ച്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? താൻ എന്തൊക്കെയായി കിടന്ന് വിളിച്ച് പറയുന്നത്? തനിക്ക് പോലും അറിയത്തില്ലേ താൻ എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്ന്? ഫ്ലാഷ് ബാക്ക്. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ട് ഒരു ട്രോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമൺ മീഡിയ എന്ന ചാനലിന്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ. നീയോ കള്ളി? നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ വരും കള്ളി. ഞാൻ തന്റെ അടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതങ്ങോട്ട് തികട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ കമന്റ് കാണുമ്പോഴത്തേക്ക് വരുന്നത്. ഭയങ്കരമായിട്ട് നിഷ്കളങ്കയാവല്ലേ മഞ്ജു? ഞാൻ വേറെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, തന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത്. പിന്നെ ഇയാൾ ആ മറ്റേ കമന്റ് ഇട്ടപ്പം അത് മറ്റേ കമന്റ് അങ്ങനത്തെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ മനസ്സിലാക്കി ഇവിടെ ഈ താനാ പറയുന്നത്. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്? ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ എന്ത് അയ്യാ, എനിക്കിങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറുള്ള അല്ല. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആൾക്കാരോടൊത്തും ഞാൻ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അത്രക്കാരൻ. പിന്നെ എന്താ നമ്മൾ വിചാരിച്ചാൽ നമ്മളങ്ങനെ നമ്മുടെ മനസ്സിൽ കളവ് അങ്ങനൊന്നും ഇല്ല. സംസാരിക്കുമ്പോൾ ഓക്കെ, അത് ആ സംസാരിക്കുന്ന സമയത്ത് തൊട്ട് നമ്മുടെ മനസ്സിൽ ഒരു സത്യസന്ധത, അതൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതി കണ്ടിട്ട് തന്നെ ഇയാളോട് അങ്ങനെ ഞാൻ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തത്. ഇത് ഇത്ര വലിയ എമാണ്ഡം വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മുടെ ചാനൽ ബൂസ്റ്റപ്പ് ആയിട്ടുള്ളത്. പിന്നെ രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ റീൽസ് ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ്. ഇത് നമ്മുടെ ഒരു ചാനലാണ്, നമ്മുടെ ഈ പിന്നെ എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോൾ എന്ന് പറഞ്ഞത് അത്ര ഒരു മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാനത് വിശദമായിട്ട് അവക്കുള്ള മറുപടി ഞാൻ വീഡിയോ ആയിട്ടും കൊടുത്തോളാം. അതിന് മുമ്പ് ഞാൻ ഇയാൾക്ക് ഇട്ടുന്ന വോയിസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു പറയണമെങ്കിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അത് ഞാൻ റിയാക്ട് ചെയ്തോളാം. എന്തായാലും ഈ കമന്റ് ഇടുന്നവരുടെ ഒക്കെ കടപ്പെരിക്കും തീർത്തു കൊടുക്കണമല്ലോ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ട്. മനസ്സിലായ? തന്നോട് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തന്നോട് ഇത് പറയുന്നത്. കമന്റുകൾ കൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. താൻ പറയാതെ ഇത് ആരറിയാൻ? തനിക്ക് ഞാൻ പേഴ്സണലി ഇട്ടൊരു മെസ്സേജ് മറ്റുള്ളവർ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് താൻ പറയാതെ ഞാൻ ചെന്ന് പറഞ്ഞിട്ടാണോ? എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത് ഇതെല്ലാം തരികടയാണെന്ന് നിങ്ങൾ ആരെയൊക്കെ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്? അത് ഞാൻ പറയുന്നത് അവരെ ചെയ്യല്ലേ ഇവർ ചെയ്യല്ലേ? ഫോട്ടോ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഞാൻ വലിയ ചങ്കായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് രേണുസുതിക്ക് വേണ്ടി മാത്രമാണ്. അവരെ എടുത്തിട്ട് നിങ്ങൾ എന്തെല്ലാം പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു രേണുസുതി അങ്ങ് വീട് രേണുസുതിയെ കുറിച്ച് വീഡിയോ ഇടലെന്ന്? അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ പറഞ്ഞ ഇയാളെ ഞാൻ കറിയിക്കാൻ വന്ന അതൊക്കെ മോശമല്ലേ? അതിപ്പോ അവരിടുന്നത് അവരുടെ വ്യക്തിത്വമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർക്ക് ഇടാൻ വീഡിയോ. അവർക്ക് കണ്ണിന് കാണുന്ന അവരുടെ റിയാക്ട് ചെയ്യും. അത് അവര് എന്റെ ആരുമല്ല, ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. ഇപ്പൊ എന്ത് നീ എന്നെ കൂടുതൽ കണ്ട എവിടെയെങ്കിലും ഇരുന്ന് മറ്റേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാര് മാന്യമായിട്ട് ജീവിക്കുന്നവർ അവരാത്തരം പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അവളുടെയൊക്കെ തൊഴിൽ അവളൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഒരു വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് ലൈവ് ചെയ്തത്. സജീന, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള വിഷയത്തിലൊന്നും അല്ല ഞാൻ തന്നെ കോൺടാക്ട് ചെയ്തത്. തന്റെ ലൈവ് കണ്ടതിന് ശേഷം, തന്റെ ലൈവ് കണ്ടപ്പോൾ തന്റെ ലൈവിൽ ഞാൻ വന്ന് ഫോട്ടോടോ കരയണ്ടോ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ സമാധാനിപ്പിച്ച്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. കമന്റ് 2-3 കമന്റ് തനിക്ക് ഞാൻ ഇട്ട് അതിനുശേഷം തന്നോട് എനിക്ക് ദേഷ്യമില്ലാത്തത് കൊണ്ടാണ് തന്റെ മെസ്സഞ്ചർ 2-3 ദിവസം കഴിഞ്ഞിട്ടാ തനിക്ക് ഞാൻ മെസ്സേജ് അയച്ചത്. അല്ലാതെ ആര് ബ്ലോക്ക് ചെയ്ത് ആരെ കുറിച്ചിട്ടാണ് താനി പറയുന്നത്? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വല്ല വിഷയമൊന്നും ഉണ്ടായില്ല. ഞാൻ ഈ ചോദിച്ചത് ഇയാൾ ഇപ്പോഴും മറുപടി തരുന്നില്ലല്ലേ? ഇയാളടുത്ത് ഞാനൊരു സാധനം പറഞ്ഞത് ഇയാൾക്ക് ഇവിടുമാരൊക്കെ കൊണ്ട് ഇയാൾക്കും കിട്ടൂടെ? സജീൻ എന്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇയാൾ വീട് ഇയാൾ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നല്ലോ. ഇയാൾ കണ്ടോൾമാരെ കൊണ്ടൊക്കെ എന്തിനാണ് ഇടിക്കുന്നത്? അത് ഇയാൾ ചെയ്ത ശരിയാണെന്ന് ഇയാൾ ഇപ്പോഴും പറയുന്നത്. എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് ഇയാൾ ചെയ്ത് ശരിയാണോ? ശരിയാണെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മാസം പന്നപ്പണിയല്ലേ ഇയാൾ കാണിച്ചത്? എന്തായിരുന്നു ടാർഗറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാതെ വന്നിരിക്കുകയാണ്. ഒരു മക്കളെ വിശ്വസിക്കാൻ വരാതെ വന്നിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് അതിനകത്തോണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് പിന്നെ മുന്തിരിഞ്ഞിട്ട് ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ട് ആർക്കും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് റീച്ച് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്തത്. നല്ലതൊന്നും എടുത്തിട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പൊ ട്രോളാൻ പറഞ്ഞത് എന്താ? അതിന്റെ തമാശയായിട്ട് പറഞ്ഞില്ല. അങ്ങനെ വന്നെങ്കിൽ ആ ഒരു രീതിയിൽ ട്രോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ തന്നോട് പറഞ്ഞത്. ഒന്നിനല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. നിങ്ങൾ ആരാണ് നിങ്ങളുടെയൊക്കെ വിചാരം? നിങ്ങളാണ് വലിയ ആൾക്കാർ, നിങ്ങളുടെ കീഴിലാണ് ഞങ്ങളെന്നൊക്കെയാണ് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ. അങ്ങനെ തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. മനസ്സിലായ? അങ്ങനെ തന്നെ പക്കയായിട്ട് പറയാം. അവിടെ നമ്മളെ കുറിച്ച് മോശം പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്.
ഈ എന്നാണ് ഈ പറയുന്നത്? അതിനെതിരെ ഞാൻ നല്ല ശക്തമായ രീതിയിൽ നിയമപരമായിട്ട് തന്നെ പോയിട്ടുണ്ട്. എന്റെ മോനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ. എഫ്ഐആർ ആയിട്ട് പോകേണ്ടത് പോയിരിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് മനസ്സിലായ. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും തോന്നുന്നു ഞാൻ ചെയ്തത് ശരിയാണെന്ന്. വെറും പന്നതരം, വെറും ചെറ്റതരം ഇയാൾ കാണിച്ചത്, വെറും ചെറ്റതരം അല്ലേ? ഞാൻ എന്തായാലും നമുക്ക് റിയാക്ഷൻ വീഡിയോ ഉറപ്പാണ്, മസ്റ്റാണ്, എനിക്ക് കൊടുത്തേ പറ്റൂ. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടി തീർന്നാ വംശനാശം. അവളുടെ അമ്മയ്ക്കാണ് ഞാൻ കൊടുത്തത്, എനിക്കറിയണം. അല്ല, അവൾ കൊണ്ടുവരണം, ആ വോയിസ് അവൾ വെളിയിൽ കൊണ്ടുവരണം. അതുവരെ ഞാൻ അവർക്കും മറ്റേ കമന്റിനോട് ഞാൻ റിയാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. വിടില്ല, ഞാൻ പറയണ്ട, വിടില്ല. ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് താൻ, മനസ്സിലായ? അപ്പൊ ഇയാൾ കൂടുതൽ കൊട്ടേഷൻ ഒന്നും അടിക്കണം. ഇയാൾ കൂടുതൽ വലിയൊരു ഞാൻ ഏതാണ്ട് വലിയതാണ്, ഞാൻ മറ്റേതാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ പറയല്ലേ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ ഇവിടെ ഇതൊക്കെ വരുത്തി വെച്ചത്. ഒരു ഫ്രണ്ടിന് ഒരു ആവശ്യം വരുമ്പോ, ഒരു ആപത്ത് വരുമ്പോ, അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോ കൂടെ നിൽക്കുന്നവരാണ് ഫ്രണ്ട്. അല്ലാതെ വെറുതെ ഞാൻ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കൂടെ നിൽക്കുന്നവരല്ല ഫ്രണ്ട്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണല്ലേ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.